After coding, here comes claim submission. കോഡിങ്ങും ലൈക്ക് നമ്മുടെ ക്ലെയിം ഡോക്യുമെന്റ്സിനെ ക്ലീൻ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ക്ലെയിം സബ്മിഷനിലേക്കാണ് പോകുന്നത്. ക്ലെയിം സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ആക്യുറേറ്റ് ആയിട്ടുള്ള XML ഫയൽസ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു കൺട്രിയിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റമിൽ ഏത് ടൈപ്പ് ഓഫ് ക്ലെയിം സബ്മിഷൻസ് ആണോ പ്രിഫർ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ക്ലെയിം സബ്മിഷൻ പ്രോസസ് ആണ് ഹാപ്പൻ ചെയ്യുന്നത്. വൺസ് ദ ക്ലെയിംസ് ആർ സബ്മിറ്റഡ് നമുക്ക് റെമിറ്റൻസ് അഡ്വൈസ് അല്ലെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് പോസ്റ്റിംഗ്സ് നമുക്ക് ലഭിക്കാറുണ്ട്. ലൈക്ക് ഫ്രം ദി ഇൻഷുറൻസ് കമ്പനീസ് ത്രൂ ദി റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസസിൽ നിന്നാണ് നമുക്ക് ആ ഒരു പേയ്മെന്റ് പോസ്റ്റിംഗ്സ് അല്ലെന്നുണ്ടെങ്കിൽ റെമിറ്റൻസ് അഡ്വൈസ് നമുക്ക് കിട്ടുന്നത്. വൺസ് വി വിൽ റിസീവ് ദ റെമിറ്റൻസ് അഡ്വൈസ് വി വിൽ ചെക്ക് ഫോർ ദ ഡിനയൽസ് ആസ് വെൽ ആസ് ദി പേയ്മെന്റ്സ്. നമ്മൾ എത്ര ക്ലെയിംഡ് ആണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് നമ്മളൊരു ഇൻഷുറൻസിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ എത്ര റെമിറ്റൻസ് നമുക്ക് വന്നു, ആ വന്ന റെമിറ്റൻസിൽ എത്ര പെയ്ഡ് ആയിട്ടുണ്ട്, എത്ര റിജക്റ്റഡ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര പാർഷ്യലി റിജക്റ്റഡ് ക്ലെയിംസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തതിനു ശേഷം റിജക്റ്റഡ് ആയിട്ടുള്ള ക്ലെയിംസിനെ സോർട്ട് ചെയ്ത് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ എന്ത് ഡിനയൽ ആണ്, ലൈക്ക് ദർ ആർ ഡിഫറെന്റ് ഡിനയൽ കോഡ്സ് അവൈലബിൾ. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ബേസ്ഡ് ഓൺ ദി ഡിനയൽ കോഡ്സ് വി വിൽ ഡു ദി അസസ്മെന്റ്. റീസബ്മിഷൻ ഓഫീസേഴ്സിന്റെ വർക്ക് ആണ്. ദേ വിൽ ഡു ദി അസസ്മെന്റ്സ്, ദേ വിൽ പ്രൊവൈഡ് ഓൾ ദി നെസസറി ഡോക്യുമെന്റ്സ് ആൻഡ് ദി ജസ്റ്റിഫിക്കേഷൻസ് ഫോർ this particular rejected claim. ആ ഒരു rejected claimനെ വീണ്ടും നമ്മൾ റീസബ്മിറ്റ് ചെയ്യണം. So then again we will get the RAs and the payments and this cycle goes on, and at the end of the year or towards the next year we will go for reconciliation, wherein നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എൻറ്റയർ പ്രോസസ്സിൽ നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള ക്ലെയിം പേയ്മെന്റ്സിനെ ഉള്ള പ്രോസസ്സിങ്ങും അതിന്റെ റിവ്യൂവും അതുപോലെ തന്നെ ഫൈനൽ ആയിട്ടുള്ള പേയ്മെന്റ്സ് ഇൻഷുറൻസ് കമ്പനീസിൽ നിന്ന് റിസീവ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ ക്ലോസിംഗിന് വേണ്ടിയിട്ട് നമ്മൾ റെക്കൺസിലേഷൻ പ്രോസസ് ചെയ്ത് ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. സോ ദീസ് ആർ ദി top important 9 steps which are available, or the stages of RCM in 9 different steps.